യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഞാൻ ഇന്നിങ്ങോട്ട് പോരണ സമയത്ത് എൻ്റെ ഒരു സിസ്റ്റർ ചോദിച്ചേ, ഇന്ന് എന്ത് പറയാനാ പോണേ അവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്റർ കാര്യമായിട്ട് ചോദിച്ചേ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇന്ന് എനിക്ക് ഒന്നും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല, അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് തരും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജപമാല പ്രാർത്ഥന, അതായത് രാവിലത്തെ കുരുക്കഴിക്കണ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നു വിശ്വാസം, അബ്രാഹത്തിൻ്റെ വിശ്വാസം, ആ ഭാഗങ്ങൾ അതെന്നെക്കൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിപ്പിക്കണം. അപ്പോൾ ഞാൻ അത്രയും കെയർ കൊടുത്തില്ല, കാരണം ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിലാണ് ഇതിങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് ഞാനും മേരി ജോ സിസ്റ്ററും കൂടി ഒരുമിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ വിശ്വാസത്തെക്കുറിച്ച് പറയാനാണോ സിസ്റ്റർ ഇന്ന് ഒരുങ്ങിയേക്കണേന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ എന്തൊക്കെയോ വിശ്വാസത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ആ നിമിഷം ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എനിക്കൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. തന്നത് ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ ഇന്ന് ഈ ആലയത്തിൽ വന്ന മക്കളെ തമ്പുരാൻ നോക്കിയതിന് ശേഷം തമ്പുരാൻ എന്താ പറയണ്ടേന്ന് പറഞ്ഞു തന്നത്. ഇനി ഈ വിശ്വാസത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചു ചോദിച്ചേ, എല്ലാവരും വിശ്വാസം ഉള്ളത് കൊണ്ട് ഇവിടെ വന്നിരിക്കണേ, മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ വന്നതാണെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, തമ്പുരാനിലുള്ള വിശ്വാസം. അതില്ലാതെ എന്തായാലും ഇവർ വരില്ല. പിന്നെ ഞാൻ ഇവരോട് എന്താ വിശ്വാസത്തെക്കുറിച്ച് പറയണ്ടേ? ഇനിയിപ്പോൾ ബൈബിളിലെ വചനം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്നെക്കാളും കൂടുതൽ നിങ്ങൾ വചനം, ഇപ്പം നമുക്ക് ഒരുപാട് സാധ്യതകളുള്ളതുകൊണ്ട് വചനം കേൾക്കണുണ്ട്, വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കണുണ്ട്, അതിൽ തന്നെ ഒത്തിരി വിശ്വാസത്തിൻ്റെ കാര്യങ്ങളും കേൾക്കണുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കണ ഈ സമയത്ത് എന്താ ഞാൻ ഇവരോട് വിശ്വാസത്തെക്കുറിച്ച് പറയണ്ടേ? അങ്ങനെ ഒരു ചിന്ത പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കേട്ടോ, ഇതുപോലൊരു സംഭാഷണമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്ന കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ മുൻപിൽ കൗൺസിലിങ്ങിന് വരാറുള്ള കുറച്ച് ആൾക്കാരുടെ മുഖങ്ങൾ ഇങ്ങനെ കാണിച്ചു. അവരൊക്കെ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഇത്ര വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഡിലേ ആണല്ലോ. ഡിലേ എന്ന് വെച്ചാൽ വൈകാണ്. ഞങ്ങൾ വിശ്വസിച്ചിട്ടല്ലേ ഇവിടെ വരണത്, അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് വൈകണേ? 1-2 മക്കളുടെ ചോദ്യമാണ് എൻ്റെ മുൻപിലേക്ക് വന്നതെങ്കിലും ഇന്നത്തെ ഈ കാലഘട്ടത്ത് ഒരുപാട് മക്കൾ അനുഭവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ് അതെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. വിശ്വാസത്തിൻ്റെ ഒരു പ്രതിസന്ധി. ഇപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരി, വിശ്വാസമില്ലാത്ത മക്കൾ ഒത്തിരി പേരുണ്ട്. അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞതിന് വില കൊടുത്തിട്ടില്ല. പക്ഷെ വില കൊടുത്ത് വന്ന മക്കളും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഇതാ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് പരിഹാരം ചെയ്തിട്ട് ത്യാഗം ചെയ്തിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം ഡിലേ ആവുന്നു, എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം വൈകുന്നു? ഇത് ഇന്ന് ലോകത്തിൻ്റെ തന്നെ ഒരു പ്രതിസന്ധിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധിയാണ്, പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രതിസന്ധിയാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ക്ലിയറാക്കി തന്നു. അപ്പം ഞാൻ പരിശുദ്ധാത്മാവോട് തിരിച്ചു പറയാം, ഇതിനെനിക്ക് വചനം വേണ്ടേ? പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കി വിശ്വാസം എന്താണെന്നൊക്കെ ബൈബിളിൽ ധാരാളമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഇന്ന് ഇവരുടെ പ്രതിസന്ധിക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഡിലേ വരുന്നത്, എന്തുകൊണ്ടാണ് വിശ്വസിച്ച കാര്യങ്ങൾ നടക്കാൻ വൈകണേ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കിട്ടാൻ വൈകണേ എന്നുള്ളതിന് ഞാൻ വചനത്തിലൂടെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എനിക്ക് ആ കാരണം പറഞ്ഞു തരണം, എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വചനത്തിൻ്റെ ഭാഗം കാണിച്ചു തന്നു. അത് നമ്മൾ പഴയ നിയമത്തിൽ പൂർവികരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20 തുടങ്ങിയുള്ള വചനം. 20 വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. മതി, ചോദിച്ചതിന് ഒന്ന് തന്നതാ.
ഈ ഭാഗം എനിക്ക് കാണിച്ചു തന്നു. ഇതുപോലെ ഹെബ്രായ ലേഖനം 11 അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പറയണതാണ്. അതിലുണ്ട് പൂർവികരുടെ വിശ്വാസം, അതിലെല്ലാവരെയും കുറിച്ച്, അബ്രാഹത്തിൻ്റെ, മോശയുടെ, അങ്ങനെ റാഹാബ്, അങ്ങനെ അവരുടെയൊക്കെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയണ ഭാഗം. ഇതിലെനിക്ക് കാണിച്ചു തന്ന 2 വചനം ഞാൻ 1, 2 അടയാളം ഇട്ടിട്ടുണ്ട്. ഇന്നിവിടെ വന്നതിന് ശേഷം, ഇവിടെ വന്ന് ഇത് കഴിഞ്ഞ് ഈശോയുടെ മുൻപിൽ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ 2 വചനങ്ങൾ 1, 2 കാരണങ്ങൾ എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. എന്തുകൊണ്ട് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് ഡിലേ വരുന്നു അല്ലെങ്കിൽ വൈകുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നെങ്കിലും കണ്ണീരോടുകൂടി എൻ്റെ മുൻപിൽ മക്കൾ പറയണ കേട്ടിട്ടുണ്ട്, ഇതിൽ നിന്ന് വിട്ടുപോവാ, ഇനി പറ്റണില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു വഴിയും ഇല്ല. അപ്പം അപ്പം തന്നെ ഞാൻ അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറയും, എനിക്ക് പറയാൻ എളുപ്പമാണ് അല്ലേ, വിശ്വസിച്ചാൽ മതി, കിട്ടും, ബൈബിളിൽ അങ്ങനെയല്ലേ പറഞ്ഞേ, വചനം എങ്ങനെയല്ലേ, വചനത്തിൽ വിശ്വസിക്കുക, ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ. പ്രാക്ടിക്കൽ തലത്തിലേക്ക് വ്യക്തികൾക്ക് അനുഭവപ്പെട്ടാൽ മാത്രമേ അതിന് ഫലം വരുള്ളൂ. അപ്പോൾ വേദനയോട് കൂടി ഇരിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ വചനം ഇങ്ങനെയാണ്, അതിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ പറയണത് ഇവർക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റിയാലല്ലേ ഇവരുടെ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. കാരണം ഞാനിത് പറയാൻ, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണ മക്കളെ എനിക്ക് കൂടുതൽ കുറേ നാളായിട്ട് പരിചയമുള്ളവരാണ്. അവർ കുറേ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനെല്ലാം പോയിട്ടുണ്ട്, പറയണ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, തമ്പുരാൻ്റെ മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ദൈവഭക്തി, ഭയത്തിൽ ജീവിക്കുന്നു, ദൈവഭക്തിയുണ്ട്, തമ്പുരാൻ്റെ കൽപ്പനകളും ചട്ടങ്ങളൊക്കെ അറിയണ വിധത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് അവർ ചോദിക്കണേ, എന്നിട്ടും എന്ന് പറയുമ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ അവിടെ ബ്ലോക്കാണ്. അതില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതവിടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറഞ്ഞ അതൊരു ഉത്തരമല്ല. അത് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ആ പറയണത് ഒരു ഉത്തരം അല്ലെന്ന്. അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയും, ഈ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരമല്ല, പക്ഷേ അവരുള്ള വിശ്വാസത്തെ നീ ഇടപെട്ട് ശരിയാക്കണം. പരിശുദ്ധാത്മാവ് ഇടപെട്ട് ശരിയാക്കിയ ഇത് സാധ്യം എന്ന് വെച്ച് ഡിലേ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കും. ഇങ്ങനെ ഞാൻ തിരിച്ചു പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് പറയാം. കാരണം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, അവിടെ ഉപദേശം കൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെ എൻ്റെ മുൻപിൽ പറയുന്ന വ്യക്തികളെ ഇന്ന് എനിക്ക് കാണിച്ചു തന്നത് വിശ്വാസത്തിൻ്റെ ടോപ്പിക്ക് തന്നിട്ട് അപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. ഇത് വിശ്വസിക്കുന്ന നമുക്കൊക്കെ, പ്രാർത്ഥനയും പരിഹാരവും പ്രായശ്ചിത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ പറ്റണ ഒരു തെറ്റിൻ്റെ മേഖലയാണ്. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ കാണുമ്പോൾ ആ കാര്യം വൈകുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി, അതായത് വിശ്വാസത്തിനെതിരായി ചിന്തിച്ചു പോകും, പ്രവർത്തിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നമ്മൾ പ്രവർത്തിക്കുന്നില്ല വിശ്വാസത്തിനെതിരായിട്ട്, പക്ഷേ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി, അതായത് വിശ്വാസത്തിനെതിരായി നമ്മൾ ചിന്തിക്കും. ഇനി പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആരോടും നമ്മളിത് പറഞ്ഞിട്ട് ഉണ്ടാവില്ല, പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് കാണുന്നുണ്ടാവാം. നമുക്കറിയാം 1 പത്രോസ് 5:6, 6, 7, 8 ആ തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, അലറുന്ന സിംഹത്തെ പോലെ. 7, 8 തിരുവചനം. ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലാണ്. നിങ്ങൾ സമചിത്തതയോട് ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു. അതിൽ പറയണുണ്ടോ 7-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം, അവൻ ഫുൾ ടൈം എൻഗേജ്ഡാണ്. അപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഞാൻ എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു താമസം നടക്കാൻ വരുമ്പോൾ ദൈവത്തിനെതിരായി, വിശ്വാസത്തിന്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കാനായിട്ട്
നമ്മളിൽ പ്രവർത്തിക്കും. അത്രയ്ക്കും വിജിലൻ്റാണ് തിന്മയുടെ ശക്തി പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നെഗറ്റീവായ വിശ്വാസത്തിനെതിരായ ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അപ്പം നടക്കാനിരിക്കുന്ന കാര്യത്തിന് എന്ത് സംഭവിക്കും? കുറച്ചും കൂടി വൈകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല വൈകിക്കണേ. നമ്മളിൽ വന്ന ഈ ചിന്ത പിശാചിനെടുത്ത് ഡിലേ ആക്കാൻ പറ്റും. ഇത് നമ്മളാരും വിശ്വസിക്കുന്ന മക്കളാർക്കും മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത്. സമയം വൈകുമ്പോൾ പറഞ്ഞ ദിവസത്തിന് നടക്കാതെ ആവുമ്പോൾ ശരിയാ, സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ടെൻഷൻ അടിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കരുത്. അങ്ങനെ മനസ്സിൽ വരാണ്, നടന്നില്ലല്ലോ, നടക്കോ എന്നുള്ള ആദ്യമൊക്കെ വരുമ്പോൾ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ശക്തി പ്രാപിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പൂർവികർക്ക് കൊടുത്ത വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അബ്രാഹത്തിൻ്റെ വിശ്വാസം നമുക്കറിയാലോ അല്ലേ? പ്രായമായി 100 വയസ്സായ അബ്രാഹം, 90 വയസ്സായ സാറ. അവരോട് ദൈവം എന്ത് പറഞ്ഞത്? നിങ്ങളിൽ നിന്ന് മകന് കുട്ടി ഉണ്ടാവും, അതിന് തലമുറകൾ ഭൂമിയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്ന ഭാഗങ്ങളാണ് അല്ലേ? ഇത്രയൊക്കെ അബ്രാഹത്തിനോട് പറഞ്ഞപ്പോഴും അബ്രാഹത്തിൻ്റെ മുൻപിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? വിശ്വസിച്ച് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ എത്രയായാലും അവരൊരു മകന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് ആ ദൈവം ഡിലേ കൊടുത്തത്. അത് കൊടുത്തപ്പോൾ അബ്രാഹം ദൈവത്തിനെതിരായി, വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല. ചിന്തയിൽ കൂടി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി വന്ന പിശാച് എടുത്ത് അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ ഡിലേ ആക്കും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, ഇത്ര നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, പൂർണ്ണമായും വ്യതിചലിക്കലല്ല, വിശ്വാസത്തിനെതിരായി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, പക്ഷേ ചിന്ത കൊണ്ട് അതിൽ നിന്ന് മാറുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ബ്ലോക്കാവും. ഇത് ഒത്തിരി മക്കൾ ഇന്ന് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് ത്യാഗം ചെയ്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കാതെ വരണ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തര ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ. ഇതായിരുന്നു പൂർവികരുടെ വിശ്വാസം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവർ ചിന്തിക്കണേ ഇല്ല, അത് സംഭവിക്കും എന്ന് വിശ്വസിച്ച് ആ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ട് പോയതാ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം. ഇതുപോലെ തന്നെ മോശ ജനിക്കുന്ന കാലത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്രയാ? ആ സമയത്ത് മുഴുവൻ 2 വയസ്സിൽ ആ കുട്ടികളെല്ലാം, ആൺകുട്ടികളാരും ഭൂമിയിൽ ജനിച്ചാൽ ജീവിക്കാൻ അനുവദിക്കാത്ത കാല ഫറവോയുടെ നിയമമായിരുന്നു. പക്ഷേ മോശേനെ ദൈവം പ്രത്യേകം സംരക്ഷിച്ചെടുത്തു. അതെന്തിനു വേണ്ടിയാ? ഈജിപ്തിനെ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ. എന്നിട്ട് ഈ വിക്കനായ മോശേനെ പിടിച്ച് ഫറവോൻ്റെ സന്നിധിയെ കൊണ്ടുപോയി നിർത്തി ഇവരെയൊക്കെ അവിടെ നിന്ന് ഇറക്കിപ്പിച്ചു. പിന്നെ മോശ കടന്നുപോയ വഴികൾ നോക്കി അല്ലേ? പറഞ്ഞ സ്ഥലത്ത് എത്തിയില്ല. കാനാൻ ദേശം കണ്ടിട്ട് മരിച്ചോളാനെ പറഞ്ഞോളൂ. മോശ അവിടെ കാല് കുത്തിയിട്ടില്ല. പക്ഷെ വിശ്വാസത്തിൽ ഒന്നും സംഭവിച്ചില്ല. മോശേന് ഇന്നും നമ്മൾ ബൈബിളിൽ പ്രഥമ സ്ഥാനം കൊടുത്ത് തന്നെ കാണണ ഒരു വ്യക്തിയാണ് അല്ലേ? ഇതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നത് റാഹാബ്, അതായത് ഇസ്രായേൽക്കാർ ജോഷുവ ഈ കാനാൻ ദേശം കാണാനായിട്ട് അവർ പോണ സ്ഥലം, അതായത് ജെറിക്കോയിലൂടെ പോകാൻ ഇവർക്ക് പറ്റുമോ എന്നറിയാൻ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടാം. ഇങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്തും ഇവരെത്തണത് ഈ റാഹാബ് എന്ന പേരുള്ളൊരു വേശ്യയുടെ ഗൃഹത്തിൽ എത്തണേ. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൾക്ക് ജ്ഞാനം കൊടുത്തു. എന്ത്? ഇങ്ങനെ വരുന്നവരെ സംരക്ഷിക്കണം. അപ്പോൾ അവൾ വിവേകപൂർവ്വം അവിടെ നിന്ന് അന്വേഷിച്ച് വന്നവരോട് അങ്ങനെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് അവരെ രക്ഷിച്ചു. അവൾ ദൈവത്തെ കണ്ടിട്ടില്ല. ആ ജെറിക്കോയിലാണ് അവൾ താമസിച്ചിരുന്നത്. ഇസ്രായേൽ മക്കൾക്കാണ് ദൈവത്തിൻ്റെയും പ്രവാചകന്മാരുടെ വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ അന്ന് നടക്കണേ. ആ സമയത്ത് റാഹാബ് ഈ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ചെയ്ത പ്രവൃത്തി നോക്കി ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് രാജാവിൻ്റെ ആൾക്കാർ അന്വേഷിച്ച് വന്നവർ ഇത് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവളുടെ കാര്യം കഴിഞ്ഞു അല്ലേ? ആ പ്രതിസന്ധി ഘട്ടത്തിലും റാഹാബ് ദൈവത്തിന് വേണ്ടി, അതായത് വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച്, അറിയപ്പെടാത്ത, കേട്ടുമാത്രമുള്ള അല്ലെങ്കിൽ ഒരു അനുഭവം ഒന്നും ഇല്ലാത്ത, ഇത് ഞാൻ വെക്കുന്നത് നമുക്കും ഇന്ന് അങ്ങനെയല്ലേ, അനുഭവങ്ങളാണ് അല്ലേ, കേട്ടുമാത്രമല്ല, അത്രയും ഇല്ലാത്ത ആ റാഹാബ് പോലും അവരെ
വിശ്വാസത്തിൻ്റെ പേരിൽ സംരക്ഷിച്ചെടുക്കുക. ഇതാണ് പൂർവികരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം നമ്മൾ പറയും പൂർവികരുടെ വിശ്വാസം പോലെ നമുക്ക് വിശ്വാസം തരണമെന്ന്. പക്ഷെ പൂർവികരുടെ വിശ്വാസത്തിന് ഇങ്ങനത്തെ പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കുന്ന പോലും ഇല്ല. നമ്മൾ അങ്ങനെയല്ല. ഇന്ന് നടക്കാതാവുമ്പോൾ ദൈവത്തിനും ദൈവത്തിൻ്റെ ആളുകൾക്കും എല്ലാവർക്കും എതിരെ പരാതി പറയുന്ന രീതിയാണ് നമ്മൾക്ക് മാറിയിരിക്കണേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കാൻ പാടില്ല. എത്ര പ്രതിസന്ധി എൻ്റെ മുൻപിൽ വന്നാലും, ഞാൻ പ്രാർത്ഥിച്ച കാര്യം എത്ര സമയമായിട്ട് നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറും. നമുക്ക് തെളിവാണല്ലോ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറി എന്നുള്ളത്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അത് തെളിവാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ളൊരു വിശ്വാസത്തിൻ്റെ പുതിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടത്. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. ഇങ്ങനെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഈ ഒരു പുത്തൻ അഭിഷേകം വിശ്വാസത്തിൻ്റെ കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയണത് മാത്രമല്ല, ഈ ഒരു പുത്തൻ അഭിഷേകം ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കാനുള്ളൊരു കടമയും കൂടി നമുക്കുണ്ട്. ഇത് കിട്ടിയില്ലെങ്കിലില്ലേ, നമ്മൾ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ തമ്പുരാൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ അനുഭവം കിട്ടിയൊക്കെ ദൈവത്തിലേക്ക് വരുന്ന മക്കളില്ലേ, അവർ പെട്ടെന്ന് വ്യതിചലിച്ചു പോകും. അവരുടെ കാര്യങ്ങൾ നടക്കാതെ ആവുമ്പോൾ അവരതിൽ നിന്ന് മാറും. അതുകൊണ്ട് വിശ്വാസം, അതിൻ്റെ പുത്തൻ അഭിഷേകം, കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ചൊരിയുന്ന പുതിയ അഭിഷേകം വിശ്വാസത്തിൻ്റെ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ലോകത്തിന് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങളിൽ ഡിലേ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വേദനകൾ ഇതുപോലെ കാണാൻ, ഇതുപോലെ കണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നത്തെ ലോകത്തിന് ഇങ്ങനെ ഒരു പുതിയ കൃപ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊരു കാര്യം എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇനി ഹെബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടി അവിടെ നിന്ന് കാണിച്ചു തന്നു. 11-ാം അധ്യായം 15-ാം വാക്യം. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടെ നിന്നൊരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. 15-ാമത്തെ തിരുവചനം, തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങി ചെല്ലുമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ വിശ്വാസത്തിലേക്ക് വന്ന നമ്മൾ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പഴയതായിരുന്നു നല്ലത്. ഇത് പറയുന്നത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. മുൻപാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അതിലേക്ക് അറിഞ്ഞു വന്നതാ പ്രശ്നമായി. ഇതിലേക്ക് അറിഞ്ഞു വന്നതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാടായി. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് നോക്കി. വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് പൂർവികർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവരവിടെ തന്നെ നിൽക്കുള്ളായിരുന്നു, വാഗ്ദാന സ്ഥലത്തേക്ക് എത്തില്ലായിരുന്നു. നമ്മളുടെ പ്രതീക്ഷകൾ നടക്കാത്തത്, നമ്മുടെ പ്രാർത്ഥനകൾ നടക്കാത്തതുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാരണം ഇതാ. ഈ നടക്കാതെ ആവുമ്പോൾ നമ്മളുടെ ചിന്ത എന്താണെന്നറിയോ? പഴയത് നല്ലതായിരുന്നു, അവിടേക്ക് തന്നെ പോകാമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു നല്ലത്. ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഫലം തരാത്തതിന് കാരണമായി നിൽക്കുന്ന രണ്ട് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കാണിച്ചു തന്നതാണ്. ഞാനത് ആ വചനം രണ്ടും ബൈബിളിൽ അടയാളം ഇട്ട് വെച്ചു, 1, 2 എന്ന് അടയാളം ഇട്ട് വെച്ചു. ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന രണ്ട് കാര്യങ്ങളായിരുന്നു ഇത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണ എല്ലാ മക്കളും ഒന്ന് ചിന്തിക്കണം. ശരിക്കും എല്ലാവരും ചിന്തിക്കണം. ഉണ്ടെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ശരിക്കുള്ള വിശ്വാസം. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കേണ്ട വിശ്വാസം. അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച പോലെ എല്ലാം നടന്ന അതിന് പിന്നെ പ്രത്യേകതയൊന്നും ഇല്ല. ഞാൻ വീണ്ടും പറയണു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറ്റില്ല. നന്മയായിട്ടുള്ളതെല്ലാം നമ്മൾക്ക് തരും.
തരും. അത് വചനം പറയുന്നുണ്ട്. അവിടുത്തെ ഹിതപ്രകാരം അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ അത് നടന്നിരിക്കും. ലേഖനഭാഗങ്ങളിൽ നമ്മൾ വായിക്കണതാ, നടന്നിരിക്കേണ്ടതാണ്. ഇനി ദൈവഹിതപ്രകാരമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെ, അതായത് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ വന്ന് കൗൺസിലിങ്ങിന് പോയി അവിടുന്ന് മെസ്സേജ് കിട്ടി എന്നിട്ടും എന്ന് പറയുന്നവർക്കുള്ളൊരു ഉത്തരമാണ് ഈ 2 കാരണങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി എത്ര പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ചിന്തിക്കാൻ പാടില്ല. അത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വൈകും. രണ്ടാമത്, മുൻപായിരുന്നതായിരുന്നു ഇതിലേക്കാളും നല്ലത്. അതായത് പഴയ നിയമജനത തന്നെ പറയുന്നുണ്ട്, ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയേക്കാൾ നല്ലതെന്ന്. അതുകൊണ്ട് എത്ര വർഷം അവരെത്തി? എത്ര വർഷം കൊണ്ട് എത്തിയേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ നിസാരമായി കരുതുന്ന നമ്മുടെ ഈ ചിന്ത, ചെറിയ കാര്യങ്ങൾ പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ, കൃപകൾ നമ്മളിലേക്ക് വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതൊന്നും നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ പിറുപിറുക്കാനും ഇതിൽ നിന്ന് മാറിപ്പോകാനൊക്കെ ഇടവരുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ വൈകുമ്പോൾ ഒരിക്കലും തമ്പുരാൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിക്കരുതെന്ന് പറഞ്ഞേക്കണേ, പറയരുതെന്നല്ല. അപ്പോൾ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പറയാതിരിക്കാൻ നമുക്ക് പറ്റും. ഞാൻ ആരോടും പറയണില്ല എന്ന് വിചാരിച്ചാൽ എന്നെ കൺട്രോൾ ചെയ്തിരിക്കാം. പക്ഷെ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പം അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്വാഭാവികമാണ് ചിന്ത വരിക എന്നുള്ളത്. കാരണം 1 പത്രോസ് 5:7 അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുക. അതുകൊണ്ട് ഈ ചിന്ത ഇടാൻ പിശാചിന് എളുപ്പമാണ് നമ്മളിലേക്ക്, അല്ലേ? കാരണം ഇനി ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ളൊരു ഷോർട്ട് ഫിലിം പോലെ ഉള്ളൊരു ഭാഗം കണ്ടു. ഇംഗ്ലീഷിലാണത്. അതിൽ ഞാൻ കണ്ടപ്പോൾ മാതാവിൻ്റെ, അതായത് വചനത്തിലൊന്നും എവിടെയും ഞാൻ പറയണ കേട്ടിട്ടില്ല, പക്ഷെ ആ സീൻ കണ്ടപ്പോൾ മാതാവിനെ എങ്ങനെ ഔസേപിതാവ് കൊണ്ടുപോവാണ് ഈ സമയത്ത്. അതായത് ബെത്ലഹേമിലൊന്നും സ്ഥലമില്ലാതെ ചോദിച്ചവരൊക്കെ നോ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഇരുത്തിയേക്കണം. മാതാവ് നന്നായി വയ്യാതെ ഇരിക്കണേ. ഔസേപിതാവ് അന്വേഷിച്ച് പോവുകയും ചെയ്തു. ഇങ്ങനെ പോണ സമയത്ത് ഈ അവിടെ ഇരിക്കണത് നമുക്ക് അതിൽ കാണിച്ചു തരുന്നത് ഒരു സ്ത്രീ അവിടെ ഇരിക്കണതായിട്ടാണ്. ആ സ്ത്രീ വേഗം എണീറ്റ് വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് വയ്യല്ലേ, വെള്ളം വേണോ അല്ലേ അങ്ങനെ ചോദിക്കും. അപ്പം മാതാവ് അപ്പം മുഖത്ത് നോക്കില്ല, വേണം എന്ന് പറയും. അപ്പോൾ വേഗം വെള്ളം എടുത്ത് കൊടുക്കും. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മാതാവ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കാണിക്കണ അത് നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിൽ കണ്ട് ആ പിശാചിൻ്റെ മുഖമാണ് അവിടെ കാണിക്കണത്. എന്നിട്ട് ഈ മാതാവിലേക്ക് പറയണത് എന്താണെന്നറിയോ? ദൈവപുത്രനല്ലേ ജനിക്കാൻ പോണേ, എന്നിട്ട് നിൻ്റെ അവസ്ഥ നോക്കി, ഇങ്ങനെയല്ലേ, സ്ഥലം പോലും കിട്ടണില്ല, നിനക്ക് എന്താ ഉറപ്പ്, ഇങ്ങനെ കയറ്റണേ. പക്ഷെ മാതാവ് നോക്കിയതുമില്ലേ, ആ രൂപം മാതാവ് തിരിച്ചറിഞ്ഞു. സാധാ ഒരു സ്ത്രീ അവിടെ വന്ന് വെള്ളം കൊടുത്തത്. പക്ഷെ മാതാവിൻ്റെ മനസ്സിൽ കൊടുക്കണ ചിന്ത ഇങ്ങനെയായിരുന്നു. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? നമ്മുടെ മനസ്സിൽ ഇതുപോലെ ചിന്തകളിടാൻ. പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ അതുപോലെ ചിന്ത കയറ്റി ആ സമയത്ത്. പക്ഷെ പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ, ലൂക്ക 1:35, നിൻ്റെ മേൽ ആവസിക്കും അത്യുന്നതൻ്റെ ശക്തി. അതുകൊണ്ട് മാതാവിനെ തിരിച്ചറിയാൻ പറ്റി ഈ ചിന്ത ഇങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറാതെ പോകില്ല, ദൈവപുത്രൻ ജനിച്ചിരിക്കും. അത് മാതാവിന് ബോധ്യം കൊടുത്തു പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞു ഈ ചിന്ത എവിടുന്ന വരണേന്ന്. നമ്മളിൽ വരണ ചിന്ത ഇങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി വന്നത്. അത് എവിടെന്നാന്ന് തിരിച്ചറിയണതില്ലേ? അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് തിരിച്ചറിയുക നമ്മൾ വേണ്ടത്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചിന്തയാണ് അത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരണതല്ല. വാഗ്ദാനം നീങ്ങി നടന്നില്ലല്ലോ എന്ന് പറയുന്നത് എന്നായാലും അത് നടക്കും. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാ, നടക്കാതെ പോവില്ല. അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്താം. അപ്പം ഇങ്ങനെ ചിന്ത വരണ സമയത്ത് നമുക്കറിയാവുന്ന എന്തെങ്കിലും ബന്ധന വചനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം റോമ 16, ഇതൊക്കെ സാധാരണ അറിയുന്നതാണ്. റോമ 16:20 അല്ലെങ്കിൽ ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിനൊരു ശക്തി. ഈ ചിന്ത വന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഓപ്പോസിറ്റ് അതിന് നമ്മൾ വചനം കൊടുക്കുക. 1-2 പ്രാവശ്യമോ വചനം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് പോസിറ്റീവ് എനർജി നിറയും. ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ ചിന്തയിൽ നിന്ന്. നമ്മൾ സാധാ മനുഷ്യരാ. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു പുതിയ അഭിഷേകം ഇന്ന് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നൽകണേ. ഇതെല്ലാ മക്കൾക്കും ലഭിക്കണം, അല്ലെങ്കിൽ വ്യതിചലിച്ചു പോവും. വിശ്വാസത്തിൽ വന്നവർ ഇതിന്ന് മാറിപ്പോകാനായിട്ട് ഇടവരും. പിന്നെ പുറത്തുനിന്നുള്ളവർ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളുടെ കാര്യങ്ങളായിരിക്കും ആദ്യം ഡിലേ തരണം.
വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം. പിന്നെ ഇവരാരെങ്കിലോടും പറയുമോ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നു? പറയില്ല. അപ്പോൾ ഈ രണ്ട് മേഖല, ഒന്ന് കഴിഞ്ഞതിനെക്കുറിച്ച് ഒരിക്കലും നമ്മൾ അതായിരുന്നു നല്ലതെന്ന് ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായി. രണ്ടാമത് ചിന്ത വരാൻ പാടില്ല, വാഗ്ദാനം പാലിക്കുകയോ ഇല്ലയോ എന്നുള്ള ചിന്ത. ഈ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇതിനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കാലഘട്ടത്തിൻ്റെ പുതിയ അഭിഷേകം തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ശക്തമായ ഒരു ബന്ധം, ആഴപ്പെട്ട ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു ചേച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ അസുഖം മാറാൻ പ്രാർത്ഥിച്ചില്ല, പരിശുദ്ധാത്മാവിന് നിറയാനാ പ്രാർത്ഥിച്ചെന്ന്. ഫലമായിട്ട് അസുഖം എല്ലാം മാറിയല്ലോ. മാറി. അതാണ് പരിശുദ്ധാത്മാവ്. തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ കാലഘട്ടത്തിനനുസരിച്ച് പിശാച് ഒരു നെഗറ്റീവായിട്ടൊരു തിന്മ ലോകത്തിൽ കൊണ്ടുവന്നുണ്ടോ അതിന് പോസിറ്റീവായിട്ട് അതിക്ക് മുൻപേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്. അതുണ്ട് അവിടെ. പക്ഷെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ തിന്മകൾക്ക് നമ്മൾ അടിപ്പെട്ടു പോണത്, തിന്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോണത്. നമ്മൾ മാത്രമല്ല, ഇന്നത്തെ തലമുറ മുഴുവൻ, യുവജനങ്ങൾ മുഴുവൻ തിന്മയാണെന്ന് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പുത്തൻ അഭിഷേകം തരാൻ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാ. ദൈവിക അനുഭവങ്ങൾ പുതിയതാ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പുതിയതാ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുതിയതാ. അത് നമ്മൾ ബോധപൂർവം ചോദിക്കണം. അങ്ങനെ ചോദിച്ച് വാങ്ങിയാലില്ലേ പിശാചിൻ്റെ എന്ത് ക്രമീകരണത്തിനും കൗണ്ടറായിട്ടുള്ളത് അപ്പം തരും പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ഓൾറെഡി തമ്പുരാൻ്റെ കയ്യിലുള്ളതാ, പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലുള്ളതാ. ചോദിച്ച് വാങ്ങാനുള്ള നമ്മുടെ കുറവ്, ചോദിച്ച് വാങ്ങാനുള്ള നമ്മുടെ അറിവില്ലായ്മ, അത്തരത്തിലുള്ളൊരു വിശ്വാസത്തിലേക്ക് വളർന്നിട്ടില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഇതുപോലെ ഈ കാലഘട്ടം തിന്മയുടെ മേഖലയിലേക്ക് പോണേ. കാരണം തമ്പുരാൻ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മാധ്യസ്ഥം വഹിച്ചാൽ മതി അല്ലേ? അബ്രാഹാം മാധ്യസ്ഥം വഹിക്കുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞേ? ലോത്തിന് വേണ്ടി 10 പേര് 5 പേര് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം ഉണ്ടെങ്കിൽ ഞാനിത് മേഖലകളെ തിരിച്ചറിഞ്ഞ് ചോദിച്ചാൽ മതിയല്ലോ. ദൈവത്തിന് പ്രവർത്തിക്കാൻ മതിയില്ലേ? മതി. നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടത് അങ്ങനെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചോദിച്ച് വാങ്ങണം. വേറെ ഒന്നും നിങ്ങൾ ചോദിച്ച് വാങ്ങണ്ട. രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറയണേ. പരിശുദ്ധാത്മാവ് വന്നാൽ ഇതെല്ലാം നടക്കും. അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, അതാണ് ശരിക്കും വേണ്ടത്. എവിടെ പോയാലും ഈശോയുടെ മുൻപിൽ എപ്പോൾ ഇരുന്നാലും വിശുദ്ധ കുർബാനയിലൊക്കെ ഒരു നിയോഗം അത് വെക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ. ആ പരിശുദ്ധാത്മാവ് വന്ന കാലഘട്ടത്തിന് എന്താ പറയുക, മണിക്കൂറിന്, മിനിറ്റിന്, സെക്കൻഡിനനുസരിച്ച് കാര്യങ്ങൾ മാറും. അത്രയ്ക്കും കഴിവാ പരിശുദ്ധാത്മാവിന്. ആ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങേണ്ടത്. അപ്പോഴാ വിശ്വാസത്തിൻ്റെ ഈ പുതിയ കൃപ നമുക്ക് തരുള്ളൂ. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഡിലേ ആയി, ഇന്ന ദിവസം നടക്കുമെന്ന് പറഞ്ഞത് നടന്നില്ല. ശരിയാണ്, നമ്മൾ റോമ 8:28 തിരുവചനമുണ്ട്, ദൈവം നന്മയ്ക്കായി പരിണമിക്കും. ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ വായ കൊണ്ട് പറഞ്ഞത് മാത്രം പോരാ. എൻ്റെ മനസ്സിൽ ബോധ്യം വന്ന്, എൻ്റെ മനസ്സിന് ധൈര്യം വന്നാലാ എൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിനെ ചവിട്ടി ഞാൻ അപ്പുറത്ത് പോവുള്ളൂ അല്ലേ? അത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ചെയ്യാനുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ ചിന്തകളെ മാറ്റിവിടുക. അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇട കൊടുക്കരുത്. വന്നു എന്ന് കണ്ട അപ്പം തന്നെ വചനം ചൊല്ലാം, അല്ലെങ്കിൽ തെറ്റിപ്പോയി അപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് മാറാം. ഈ വചനം ചൊല്ലാൻ നമ്മൾ പഠിച്ച വചനം ചൊല്ലിയാൽ മതിയല്ലോ, അതിന് ഇത്ര റിസ്ക് ഇല്ലല്ലോ. പറഞ്ഞു മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ബോധപൂർവ്വം ഒരു വചനം അവിടെ വെക്കുമ്പോൾ തനിയെ മാറും, പരിശുദ്ധാത്മാവ് ഇടപെടും. അപ്പം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു പുത്തൻ അഭിഷേകം, വിശ്വാസ തലത്തിൽ ഇങ്ങനെയുള്ളൊരു അഭിഷേകം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കാതെ മടങ്ങി വന്ന സ്ഥലമാണ് കൂടുതൽ നല്ലത്, ഞാൻ മുൻപായിരുന്ന സാഹചര്യമാണ് നല്ലത് എന്ന് ചിന്തിക്കാതെ ജീവിക്കാനുള്ളൊരു വലിയ കൃപ ചോദിച്ച് വാങ്ങണം. ഇനി ഇവിടെ അച്ഛൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളത് ചോദിക്കണം. പരിശുദ്ധാത്മാവിനെ തരും, നിങ്ങൾക്ക് തരും. കാരണം എന്താണെന്നറിയോ? ദൈവത്തിനറിയാം പിശാച് അത്ര ഫാസ്റ്റായിട്ട് ഓടണേ, അതിലും ഫാസ്റ്റായിട്ട് പരിശുദ്ധാത്മാവിനെ ഓടിപ്പിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തികൾ ഒരുങ്ങിയാലല്ലേ ഇത് നടക്കുള്ളൂ. വ്യക്തികൾ ഒരുങ്ങണ്ടേ? പിശാചിന് ആരുടെ എവിടേക്കും കയറി വരാൻ ആരുടെ അനുവാദം വേണ്ട. അവൻ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് അവൻ കയറും. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അനുവാദം വേണം.
നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അനുവദിക്കണം, നമ്മുടെ ജീവിതം ക്രമീകരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതെല്ലാം മാറ്റണം. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23 വാക്യം, ആ വചനങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് കിട്ടും. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിനെ നീ അകറ്റിക്കളയുമെങ്കിൽ, സ്വർണത്തെ പൊടിയിലും ഓഫിർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിപ്പുള്ള വെള്ളിയുമാകുമെങ്കിൽ, നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖം ഉയർത്തുകയും ചെയ്യും. നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. നീ തീരുമാനിക്കുന്ന കാര്യം, അതല്ലേ നമ്മൾ പ്രാർത്ഥിച്ച് നിയോഗം വെക്കണത് അല്ലേ? നമ്മൾ തീരുമാനിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ദൈവഹിതപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് സാധിച്ചു കിട്ടാനുള്ള കണ്ടീഷനാണ് അവിടെ പറഞ്ഞേക്കണേ. ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞേക്കണതാ, സർവശക്തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം, നിന്നെ തന്നെ എളിമപ്പെടുത്തണം, അനീതിയെ അകറ്റിക്കളയണം, സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും. സ്വർണം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനമല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ഏറ്റവും വിലപിടിപ്പായി വെച്ചത് അതിനെ ഞാൻ പൊടിയിൽ കളയണം. ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിൽ എന്തൊക്കെ ഞാൻ വില കൊടുത്ത് കയറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ മാറ്റണം. അതിന് പകരം ആരാവണം? സർവശക്തനിൽ നീ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ ഈ സ്വർണം, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച് വെള്ളിയും ആകണം. അപ്പം നീ സർവശക്തനിൽ ആനന്ദിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിന് കിട്ടാനുള്ള വഴി. ഇത് നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് കയറി വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയറി വരാവുന്ന ആൾ ക്ഷണിക്കപ്പെടാത്ത നമ്മുടെ അതിഥി തന്നെയായിരിക്കും. അവൻ മനസ്സിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ വായ കൊണ്ടുള്ള അതര വ്യായാമം മാത്രമായി മാറും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ധ്യാനങ്ങൾ എല്ലാം, ജപമാലകളെല്ലാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാൻ. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചാലില്ലേ, ഏത് മൊമെൻറ്റിൽ എന്ത് അഭിഷേകം തരണമെന്ന് പരിശുദ്ധാത്മാവിന് കറക്റ്റായിട്ട് അറിയാം. ആ അഭിഷേകം ആ വ്യക്തിക്ക് കൊടുക്കും. വിശ്വാസ തലത്തിൽ അത് കൊടുക്കും. ഇതാണ് ഇന്നത്തെ വിശ്വാസം. പൂർവികരുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ, ആരുടെ അടുത്ത് പറയുമ്പോഴും ആ വിശ്വാസത്തിന് ഇങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ആ പ്രത്യേകതയിലേക്ക് ഞാൻ എന്ന് നടന്നെടുക്കുന്നു, അന്ന് ഇപ്പോൾ ഡിലേ ആയി വൈകിയിരിക്കണ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടും. നടന്ന് കിട്ടാൻ തക്ക വിധത്തിൽ മനസ്സിന് കരുത്തും പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ളൊരു കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട ഒരു പുത്തൻ അഭിഷേകമാണത്. ആ അഭിഷേകം സ്വീകരിക്കാനായിട്ട് 1 മിനിറ്റ് എണീറ്റ് നിന്ന് നമുക്ക് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ശ്വാസത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഹലമാരതചലരീയ അഭിഷേകമായി കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലരീയ പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ, അബ്രാഹത്തിന്റെ വിശ്വാസം പോലെ വിശ്വാസ തലത്തിലെ പുത്തൻ അഭിഷേകത്തിന്റെ നിറവാൻ ഞങ്ങൾ നിറയാൻ ഹലരീയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവേ നന്ദി, ശിവേ നന്ദി, സ്തുതി, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, ഈ വിശ്വാസത്തിൽ ഏറ്റവും വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്ന, ഇന്നും വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഒരുപാട് നമ്മളിലൂടെ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.